ശ്രീ മിഥുൻ വിജയകുമാർ, അഹങ്കാരം പാടില്ല. യഥാർത്ഥ സേവകന് അഹങ്കാരം പാടില്ല. യഥാർത്ഥ സേവകൻ ആരെയും വേദനിപ്പിക്കാനും പാടില്ല. ഇപ്പോൾ മോഹൻ ഭാഗവത് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ തെരഞ്ഞെടുപ്പ് BJP പ്രവചിച്ചതുപോലെ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ 400 പാർ ആയിരുന്നെങ്കിൽ 370 സീറ്റ് BJPക്ക് ഒറ്റയ്ക്ക് കിട്ടിയിരുന്നുവെങ്കിൽ മോഹൻ ഭാഗവത് ഇത് പറയുമായിരുന്നു. ഇതിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, 240ലേക്ക് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മോശം പ്രകടനത്തിലേക്ക് BJP വീണു എന്നുള്ളത് കൊണ്ട് ആ തോൽവിയിൽ, ആ മുറിവിൽ കുറച്ച് ഉപ്പ് പുരട്ടുക എന്നുള്ളതിനപ്പുറത്തുള്ള ആത്മാർത്ഥത ഇക്കാര്യത്തിലുണ്ടോ? നോക്കൂ അഭിലാഷ്, നമ്മൾ ഈ ഒരു വിഷയം ഡിസ്കസ് ചെയ്യുമ്പം RSSും BJPയും തമ്മിലുള്ള ഫ്രിക്ഷൻ, ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഫ്രിക്ഷൻ, അത് കണക്കിലെടുക്കാതെ പോകരുത്. കാരണം പലപ്പോഴും BJPയെ ഒരു ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ RSSും BJPയും തമ്മിൽ ഒരു പ്രശ്നമില്ല എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റായിരിക്കും. കാരണം അവിടെ ഒരു വളരെ വിസിബിളായ ഒരു ഫ്രിക്ഷൻ അവിടെ ഉണ്ട്. ഇത് തുടങ്ങിയത് ആക്ച്വലി RSSന്റെ ഒരു എതിർപ്പ് കാരണമാണ്. അതായത് ഈ ഡിഫെക്ട് ചെയ്ത് വരുന്ന കാൻഡിഡേറ്റ്സിനെ BJP മത്സരിപ്പിക്കാൻ പാടില്ല എന്നൊരു നിലപാടായിരുന്നു RSS സ്വീകരിച്ചത്. പക്ഷേ അവിടെ BJPക്ക് ആ സ്റ്റാൻഡ് മാറ്റേണ്ടി വന്നു. അതുകൊണ്ടാണ് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവും 26 ഡിഫെക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിനെ BJP മത്സരിപ്പിച്ചിട്ടും അതിൽ 21ഓളം കാൻഡിഡേറ്റ്സ് തോറ്റുപോയത്. കാരണം RSSന്റെ ഒട്ടും സപ്പോർട്ട് ഇല്ലാതെയാണ് BJP ഈ ഒരു ഇലക്ഷൻ മത്സരിച്ചത്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവിടെ നരേന്ദ്രമോദി എന്നൊരു ടോൾ ലീഡർ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് BJPക്ക് ഇത്തവണയും വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഭരണത്തിൽ വരാൻ സാധിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ രണ്ട് ഫാക്ട്സും അവിടെ നിൽക്കുന്നുണ്ട്. BJPയുടെ ഐഡിയോളജിക്കൽ പാറ്റേണായ RSS എല്ലാ കാലത്തും BJPയെ പല വിഷയങ്ങളിലായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും അവർ വിമർശിക്കേണ്ട വിഷയങ്ങൾ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ പോലും അവരുടെ ഫോറിൻ പോളിസി അത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. വാജ്പേയി സർക്കാരിൻ്റെ മൈനോറിറ്റി പോളിസീസ് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് എപ്പോഴും ഒരു BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് വാജ്പേയി ഈ ക്രിറ്റിസിസം എടുക്കുകയും അതേസമയം BJPയുടെ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് പോവുകയുമായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ചൈനയുമായിട്ടുള്ള നിലപാട്, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പോളിസി, ഇന്ത്യയും US ആയിട്ടുള്ള പോളിസി, അതിലൊക്കെ RSSന് മറ്റൊരു നിലപാടായിരുന്നു. പക്ഷേ BJP അതിനെല്ലാം തന്നെ ബാലൻസ് ചെയ്തുകൊണ്ട് വാജ്പേയി സർക്കാർ അതിനൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ RSS എല്ലാ സമയത്തും BJPയെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, ഒരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ. കാരണം ഇവിടെ തീർച്ചയായിട്ടും ഒരു ഐഡിയോളജിക്കൽ ഫ്രിക്ഷൻ അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഇലക്ഷൻ BJP നേരിടുന്നത്. ബട്ട് അവരത് വിജയിക്കുന്നു. RSSന്റെ എന്താ പറയുക, ഒരു സപ്പോർട്ട് അവർ ഒന്ന് കുറച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ കഴിഞ്ഞ മാസമൊക്കെ UPയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ RSS കാഡേഴ്സ് ഒന്നും അത്ര വലിയ ആക്റ്റീവ് അല്ല. അവർ ആക്ച്വലി ഡിസപ്പോയിന്റഡ് ആയിരുന്നു പല കാര്യങ്ങളിലും. അപ്പോൾ അത് നമുക്ക് വിസിബിൾ ആയിരുന്നു UP പോലുള്ള സ്റ്റേറ്റ്സ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തെ BJP കേരളത്തിലടക്കം RSS സജീവമായി രംഗത്തിറങ്ങാത്ത, BJPക്ക് വേണ്ടി സജീവമായി രംഗത്തിറങ്ങാത്ത തെരഞ്ഞെടുപ്പായിരുന്നു. ചില വളരെ കുറച്ച് എക്സെപ്ഷൻസേ ഉള്ളൂ തൃശ്ശൂർ പോലെ. യെസ്, അത് ശരിയാണ്. കാരണം RSSന്റെ ഈ ബൈഠക്ക്, അതായത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ബൈഠക്ക് പോലും അവർ നടത്തിയിട്ടില്ലായിരുന്നു. കുറെ വൈകിയാണ് അത് നടത്തിയത്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ബൈഠക്ക്. അതിനിടയിലാണ് JP നദ്ദയുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എടുത്ത് വായിച്ച് നോക്കുകയാണെങ്കിൽ ദർ ഇസ് എ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബോത്ത് എന്നൊരു കാര്യം വളരെ വിസിബിൾ ആണ് അവിടെ. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്ക് ഇങ്ങനത്തെ എന്താ പറയുക, ഈ തരത്തിലുള്ള ഫീഡ്ബാക്ക് പലപ്പോഴും RSS കൊടുത്തിട്ടുണ്ട്. അതൊക്കെ BJP പലപ്പോഴും കൺസ്ട്രക്റ്റീവായി തന്നെ എടുത്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ബാലൻസ്ഡ് അപ്രോച്ച് അവർ എന്താ പറയുക, അതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് ഇത്രയും കാലമായിട്ട് സാധിച്ചിട്ടുണ്ട്. അവർ ഒരിക്കലും BJPയെ വിമർശിച്ച് അല്ലെങ്കിൽ BJP RSSും തെറ്റിപ്പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഒരു കാലത്ത് ഉണ്ടാവാൻ പോകുന്നില്ല, അങ്ങനെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇതൊരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആയി തന്നെ നമ്മൾ എടുക്കണം. പിന്നെ ഇവിടെ മണിപ്പൂർ വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. മണിപ്പൂർ വിഷയം ഏത് കാലത്ത് തുടങ്ങിയതാണ് അഭിലാഷ്? ആക്ച്വലി നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മണിപ്പൂരിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ടൈം ലൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 92ന്റെയും 97ന്റെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ മീഡിയ അറ്റൻഷൻ നേടിയിട്ടില്ല. മുമ്പുള്ള 10 വർഷം ശാന്തമായിരുന്ന മണിപ്പൂരിൽ കഴിഞ്ഞ ഒരു വർഷമായി കത്തിയെരിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു വർഷമായി മണിപ്പൂർ കത്തുകയാണ്. എന്നിട്ടും അത് പ്രയോറിറ്റിയിൽ വരുന്നില്ല. ആരുടെ പ്രയോറിറ്റിയിൽ? ഭരണാധികാരികളുടെ പ്രയോറിറ്റിയിൽ വരുന്നില്ല. അപ്പൊ പ്രയോറിറ്റിയുടെ പ്രശ്നമാണ് എന്ന് RSS ആണ് പറയുന്നത്, വേറെ ആരുമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ മതേതരവാദികൾ പറയുന്നെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നു. ഇതല്ല, RSS പറയാണ് കഴിഞ്ഞ 10 വർഷമായി ശാന്തമായിരുന്ന മണിപ്പൂർ ഈ കഴിഞ്ഞ ഒരു വർഷമായി കത്തിയെരിയുകയാണ് എന്ന് RSS പറയാണ്, മോഹൻ ഭാഗവത് പറയാണ്, സർസംഘചാലക് പറയാണ്. തീർച്ചയായിട്ടും അഭിലാഷ് അത് അഡ്രസ്സ് ചെയ്യാതെ പോകേണ്ട ഒരു വിഷയമല്ല. അത് RSS പറഞ്ഞാലും കോൺഗ്രസ് പറഞ്ഞാലും CPIM പറഞ്ഞാലും മറ്റാര് പറഞ്ഞാലും അതൊരു റിയാലിറ്റിയാണ്. അതിനെ അഡ്രസ്സ് ചെയ്യണം. അത് RSSും പറയുന്നു. ദാറ്റ്സ് എ ഫാക്ട്. അപ്പം ഇത്രയും മണിപ്പൂർ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം കൊണ്ടല്ലല്ലോ കത്താൻ തുടങ്ങിയത്. മണിപ്പൂരിൽ എല്ലാ കാലത്തും ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ. മണിപ്പൂരിന്റെ ഒരു ചരിത്രം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ട്രൈബൽ ഒരു കൾച്ചറിന്റെ ആ സമയം മുതൽക്ക്, അല്ലെങ്കിൽ രാജാവിന്റെ ഭരണകാലം മുതൽക്കേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ പോലും ആ ഇഷ്യൂസ് നിലനിന്നിട്ടുണ്ട്. 92-നും 97-നും ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ സിറ്റുവേഷൻ അതിനെ എന്താ പറയാ, അവഗണിക്കണമെന്നല്ല, അതിനെ മാറ്റി നിർത്തണമെന്നല്ല, അതിനെ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷേ RSS ഇവിടെ അത് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. അതിന് BJP സീരിയസ് ആയി എടുക്കും. അവരതിനെ എന്താ പറയുക, അതിന് വേണ്ടി വർക്ക് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ.